മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മൈക്രോമാക്സ് സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ്. വളരെ നാളുകൾക്ക് ശേഷം മൈക്രോമാക്സ് അതിശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് സ്മാർട്ട് ഫോൺസിൽ. മികച്ച 2 സ്മാർട്ട് ഫോൺസാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതും ഒരു മികച്ച പ്രൈസിങ് കാറ്റഗറിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻ നോട്ട് 1ഉം ഇൻ 1B എന്ന് പറഞ്ഞ 2 പേരുകളിലാണ് സ്മാർട്ട് ഫോൺസ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും പ്രൈസിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആകുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആദ്യം നമുക്ക് ഇൻ നോട്ട് 1നെ പറ്റി നോക്കാം. 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആകുന്നത്. ഒന്ന് 4GB 64GB, മറ്റൊന്ന് 4GB 128GB. 6.7 ഫുൾ HD പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത്. ക്യാമറയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. 48 MB പ്രൈമറി ക്യാമറയും 5 MB വൈഡ് ആംഗിൾ ക്യാമറയും 2 MB മാക്രോ സെൻസറും 2 MB ഡെപ്ത് സെൻസറുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി സെൽഫി ക്യാമറയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 16 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഒപ്പം റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഒരു ബോക്സിൽ ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു ബാറ്ററി മൈക്രോമാക്സ് നമുക്ക് തരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കിതിൽ പ്യുവർ ആൻഡ്രോയിഡ് OS എക്സ്പീരിയൻസ് ലഭിക്കും എന്നുള്ളതാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് MediaTek Helio G85 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ്. MediaTek ഹൈപ്പർ എൻജിൻ ഗെയിമിംഗ് ടെക്നോളജിയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ ഒരു ഡീസൻറ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനി ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. 4GB 64GBക്ക് വരുന്നത് 10,999 റുപ്പീസിനാണ്. അറൗണ്ട് 11,000 റുപ്പീസ് വരും. മറ്റൊന്ന് 4GB 128GBക്ക് വരുന്നത് 12,499 റുപ്പീസിനാണ്. ഫസ്റ്റ് സെയിൽ നടക്കുന്നത് 24th നവംബറിലാണ്. സോ നമുക്കിപ്പം തന്നെ പ്രീ ഓർഡർ ചെയ്യാൻ സാധിക്കും. നമുക്കൊന്നെങ്കിൽ അവൈലബിൾ ആകുന്നത് ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ micromaxinfo.com എന്ന് പറഞ്ഞ സൈറ്റ് വഴിയോ നമുക്കിത് ഈ സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആകുന്നതായിരിക്കും. അടുത്ത സ്മാർട്ട് ഫോണാണ് ഇൻ 1B. ഇതിൽ വന്നിരിക്കുന്ന പ്രോസസ്സർ MediaTek Helio G35 ആണ്. MediaTek ഹൈപ്പർ എൻജിൻ ഗെയിമിംഗ് ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു എൻഹാൻസ്ഡ് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. സ്ക്രീനിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 6.52 ഒരു HD സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഒരു മിനി ഡ്രോപ്പ് ഡിസ്പ്ലേ ടൈപ്പിലാണ് ഇത് ഒരു ഡ്യുവൽ ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 13 MB പ്രൈമറി ക്യാമറയും 2 MB ഡെപ്ത് സെൻസറുമാണ് ഇതിൽ വരുന്നത്. സെൽഫി ക്യാമറയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 8 MB സെൽഫി ക്യാമറ മാത്രമാണ് ഇതിൽ വരുന്നത്. ബാറ്ററിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബിഗ് ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ചാർജ് ചെയ്യാനും സാധിക്കും. 10 വാട്ടിൻ്റെ ഒരു ചാർജർ നമുക്ക് ഈ ഒരു ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തു പറയേണ്ടത്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് സ്മാർട്ട് ഫോൺസ് നമുക്ക് തരുന്നത് മൈക്രോ USB പോർട്ടാണ്. പക്ഷേ മൈക്രോമാക്സ് ഇൻ 1Bയിൽ കൊടുത്തിരിക്കുന്നത് USB Type-C പോർട്ടാണ്. സോ അത് നല്ലൊരു അപ്സൈഡായിട്ട് വേണമെങ്കിൽ നമുക്കത് പറയാം. ഒരു പ്യുവർ ആൻഡ്രോയിഡ് OS എക്സ്പീരിയൻസ് ഇതിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു ബ്ലോട്ട് വെയർ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഗ്യാരൻറ്റഡ് അപ്ഗ്രേഡ്സ് നമുക്കൊരു 2 years ലഭിക്കുന്നതായിരിക്കും. 2 വേരിയൻറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. ഒന്ന് 2GB 32GB, മറ്റൊന്ന് 4GB 64GB. നമുക്കിനി ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. 2GB 32GBക്ക് വരുന്നത് 7,000 റുപ്പീസാണ്. 4GB 64GBക്ക് വരുന്നത് 8,000 റുപ്പീസാണ്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇത്രയും സ്പെസിഫിക്കേഷൻ കൊടുത്ത് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോൺ തന്നെയാണ് മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ആയാലും ഇൻ 1B ആയാലും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇൻ 1Bയെ പറ്റിയും ഇൻ നോട്ട് 1നെ പറ്റിയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാവുന്ന പ്രതീക്ഷയോടുകൂടി ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.